നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ IHT 25ാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു. ഗവൺമെന്റ് PSC അംഗീകരിച്ച വിവിധ കോഴ്സുകൾ, അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ, നോർക്ക അറ്റസ്റ്റേഷൻ, AI ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം, പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം. IHT കോളേജ്, പയ്യനങ്ങാടി, തിരൂർ. ബ്രാഞ്ച് പോലീസ് ലൈൻ. ഫോൺ 9847300120. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. മലപ്പുറത്തെ ആമിനമ്മയെ തേടി നായയെന്നും ഖബർസ്ഥാനിൽ. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ അനിർവചനീയവും കണ്ടു നനയിപ്പിക്കുന്നതുമായ കഥകൾ നാം ഏറെ കേട്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സംഭവമാണ് മലപ്പുറം എടവണ്ണയിൽ ഉണ്ടായിരിക്കുന്നത്. തനിക്ക് പതിവായി ഭക്ഷണം തന്ന ഉമ്മയെ മരണശേഷവും സ്നേഹത്തോടെ പിന്തുടരുന്ന നായയാണ് നാട്ടുകാരുടെ കരളലിയിപ്പിക്കുന്നത്. പത്തപ്പിരിയം അനകീർത്തിയിലെ പരേതനായ വലിയ പിടിയേക്കൽ അലവിയുടെ ഭാര്യ മണ്ണിൻ കടവൻ ആമിന കഴിഞ്ഞ ശനിയാഴ്ചയാണ് മരണപ്പെട്ടത്. 65 വയസ്സായിരുന്നു. ആമിനമ്മ സ്ഥിരമായ ഒരു തെരുവു നായയ്ക്ക് ആഹാരം നൽകുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. അവർ തമ്മിൽ നല്ലൊരു സൗഹൃദം തന്നെ നിലനിർത്തിയിരുന്നു. ആമിനമ്മ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ നായ പിന്തുടർന്ന് എത്തുകയും കാവലാവുകയും ചെയ്തിരുന്നു. മകളുടെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന ആമിനയെ വീടിന്റെ ഗേറ്റിന് മുന്നിൽ വാഹനത്തിൽ നിന്ന് ഇറക്കി മരുമകൻ തിരിച്ചുപോയ ഉടനെ വീടിന്റെ മുറ്റത്തു വീണ ഉമ്മയെ വീട്ടുകാർ കണ്ടില്ല. എന്നാൽ ആമിന സ്നേഹത്തോടെ ഭക്ഷണം നൽകിയിരുന്ന തെരുവുനായ ഇത് കാണുകയും ഉച്ചത്തിൽ കുരച്ച് വീട്ടുകാരെ അറിയിക്കുകയും ആയിരുന്നു. ആശുപത്രിയിൽ എത്തും മുൻപ് ഹൃദയാഘാതത്താൽ ആമിന മരിച്ചു. ഖബറടക്കം കഴിഞ്ഞ് നാട്ടുകാരും ബന്ധുക്കളും മടങ്ങിയിട്ടും ആ തെരുവുനായ മാത്രം മടങ്ങിയില്ല. ഖബറിനരികിൽ തന്നെ കിടന്നു. ഉമ്മയുടെ പേരമക്കൾ പള്ളിയിൽ പോകുമ്പോൾ നായ പിന്തുടരും. പള്ളിപ്പറമ്പിൽ പ്രാർത്ഥിക്കുമ്പോഴും അവിടെ ഉണ്ടാകും. നായയുടെ പ്രവർത്തികൾ അയൽക്കാർക്കും ബന്ധുക്കൾക്കും നൊമ്പര കാഴ്ചയായി മാറുകയായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മരിച്ച ആമിനയുടെ ഖബറിനരികെ വെള്ളിയാഴ്ചയും നായയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള പരസ്പര സ്നേഹത്തിന്റെ അനിർവചനീയമായ ഒരു ഉദാഹരണമാണ് ഇവർ തമ്മിലുള്ള ബന്ധമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ. ബ്രൈഡൽ ക്രാഫ്റ്റ്, ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.